ഇപ്പൊ ശരിയല്ലേ? തുടങ്ങിയോ? അമ്മേനെ തുടങ്ങി. ഓക്കെ, അടുത്തത് ഡെലിവറി ഡിവൈസ് ആണ്. അപ്പം ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡെലിവറി ഓഫ് ഇൻസുലിൻ ടു ദ പേഷ്യൻസ് ബോഡി എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പമ്പ് കേട്ടോ, ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡെലിവറി. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല, പുറത്തുള്ളവരൊക്കെ കൂടുതലും ഇതാ യൂസ് ചെയ്യാറ്. ഇതാണ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡെലിവറി, ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്നത്. അപ്പം ഇൻസുലിൻ പമ്പ് ഇസ് എ മൈക്രോ പ്രോസസർ ബേസ്ഡ് ഡിവൈസ്, ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ആൻഡ് ഇതിനകത്തൊരു ഇൻസുലിൻ കാർട്രിഡ്ജ് കാണും. ഓക്കെ, കാർട്രിഡ്ജ് ഓഫ് ഇൻസുലിൻ, ബാറ്ററി, പിന്നെ ആൻ ഇന്റേണൽ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു പ്രോഗ്രാം ഇൻസുലിൻ ഡെലിവറി. അതിന്റെ ഇലക്ട്രോണിക് ഈ ഒരു ഡിവൈസും കാണും. പിന്നെ ഇതിന്റെ കൂടെ ഒരു ഇൻസുലിൻ ഇൻഫ്യൂഷൻ സെറ്റും കാണും. ഒരു ട്യൂബും പിന്നെ കാനുലയും കൂടെ ചേർത്ത് ഒരു ഇൻഫ്യൂഷൻ സെറ്റും കാണും. ഇതാണ് ഇൻസുലിൻ പമ്പ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസും വിത്ത് കാർട്രിഡ്ജ് ഓഫ് ഇൻസുലിൻ, ബാറ്ററി ആൻഡ് അലോങ് വിത്ത് ഇൻസുലിൻ ഇൻഫ്യൂഷൻ സെറ്റ് വിത്ത് ട്യൂബ് ആൻഡ് കാനുല ഫോർ ഇൻസേർഷൻ, സബ്ക്യൂട്ടേനിയസ് ഇൻസേർഷന് വേണ്ടിയിട്ട്. അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടു ഡെലിവർ ഇൻസുലിൻ കണ്ടിന്യൂസ്ലി ടു ദ ബോഡി. ഇത് യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ ഓഫ് ലോങ് ആക്ടിംഗ് ഇൻസുലിൻ ടു ദ ബോഡി. First one, continuous delivery of long-acting insulin into the body. Second one, bolus insulin. എന്ന് വെച്ചാൽ നമ്മൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പറയത്തില്ലേ, മൾട്ടിപ്പിൾ സ്മോൾ മീൽസ് എടുക്കണം ഒരു ദിവസം. അപ്പം അക്കോർഡിംഗ് ടു ദ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എടുക്കുന്ന എമൗണ്ട് അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് ഇൻസുലിൻ ബോളസ് കൊടുക്കാം. അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, ടൈം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ആ ടൈം അനുസരിച്ച് പേഷ്യന്റിന് ഇൻസുലിൻ കൊടുക്കും. ഓക്കെ, ഡെലിവറിയും പേഷ്യന്റിന് ആയിട്ട്. അതാണ് ബോലസ് ഇൻസുലിൻ. അപ്പം ഡെലിവറി ഓഫ് ബേസൽ ഇൻസുലിൻ, അതായത് ലോങ് ആക്ടിങ് ഇൻസുലിൻ കണ്ടിന്യൂസ്ലി, ആൻഡ് ബോലസ് ഇൻസുലിൻ ഡെലിവറി. ഓക്കെ, അത്രേ ഉള്ളൂ ഇൻസുലിൻ പമ്പ്. അടുത്തത് ഇൻസുലിൻ പെൻ. ഇൻസുലിൻ പെൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പെൻ പോലെ ഇരിക്കും. ഇതിനകത്ത് ഒരു ഇൻസുലിൻ കാർട്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു നീഡിലുണ്ട്. നീഡിൽ ഭയങ്കര തിന്നായിരിക്കും, ഭയങ്കര ഇറ്റ് ഹെൽപ്സ് പെയിൻലെസ് ഡെലിവറി ഓഫ് ഇൻസുലിൻ. അത്രേ ഉള്ളൂ ഇൻസുലിൻ പെൻ. ഇതാണ് ഇൻസുലിൻ പെന്നെ ആണ്. പിന്നെ തേർഡ് മെത്തേഡാണ് ഇൻഹെയിൽഡ് ഇൻസുലിൻ. ഇൻഹലേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ അമേരിക്കയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൾസോ വെരി ഹൈലി എഫക്റ്റീവ് മെത്തേഡ് ആണ്, പക്ഷെ വെരി കോസ്റ്റ്ലി. അടുത്ത നമ്മൾ എല്ലാവരും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് വയൽ ആൻഡ് സിറിഞ്ച്. മൾട്ടിഡോസ് വയൽ ആൻഡ് സിറിഞ്ച്, 1 ml സിറിഞ്ച്. നാലാമത്തെയാണ് മൾട്ടിഡോസ് വയൽ ആൻഡ് സിറിഞ്ച്, 1 ml സിറിഞ്ച്. പിന്നെ ടെക്സ്റ്റിൽ ഒരെണ്ണം പറയുന്നത് ക്ലോസ് ലൂപ്പ് ഇൻസുലിൻ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ്, ഒരു ഡെലിവറി മെത്തേഡും കൂടെ എഴുതിക്കോ, ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് ഇൻസുലിൻ തെറാപ്പി. അത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇൻസുലിൻ പമ്പിന്റെ സെയിം സാധനമാണ്, പക്ഷെ ഇതിനകത്ത് 3 കമ്പോണൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ട്, വിച്ച് മെഷേഴ്സ് ഗ്ലൂക്കോസ്. എല്ലാ 5-15 മിനിറ്റ് കൂടുമ്പോഴും നമ്മുടെ ബോഡിയുടെ ഗ്ലൂക്കോസ് മെഷർ ചെയ്യും. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ട്, CGM. പിന്നെ ഒരു സ്മാർട്ട് ഫോൺ വിത്ത് ആൻ ആപ്ലിക്കേഷൻ, ഒരു ആപ്പ് ഫോർ മെഷറിംഗ് കാൽക്കുലേറ്റിംഗ് ദ ഇൻസുലിൻ. ഈ കിട്ടിയ ഗ്ലൂക്കോസ് അനുസരിച്ച് എത്ര ഇൻസുലിൻ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ഇൻസുലിൻ പമ്പ് ഉണ്ട്, ദാറ്റ് ഇസ് എ തേർഡ് കമ്പോണന്റ്. അപ്പം ഈ കാൽക്കുലേറ്റ് ചെയ്ത ഇൻസുലിൻ ത്രൂ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി ഇൻസുലിൻ പമ്പിലോട്ട് പോയിട്ട് അങ്ങനെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഇൻസുലിൻ ഇസ് ഡെലിവേർഡ് ടു ദ പേഷ്യന്റ്. ഇതാണ് ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ്. ഇത്രയുള്ള ഡെലിവറി ഡിവൈസസ്. പിന്നെ അടുത്തത് റെജിമെന്റ്സ് ആണ്, ഇൻസുലിൻ ഡോസ് റെജിമെന്റ്സ്. ഇത് ഒന്നുമില്ല, ഇപ്പൊ അതിനകത്ത് നമുക്കറിയാം ടൈപ്പ് 1 മൾട്ടിപ്പിൾ ഡോസസ് കൊടുക്കും. ഇൻസുലിൻ ഡോസിംഗ് റെജിമെൻ ആണ്. ടൈപ്പ് 1 മൾട്ടിപ്പിൾ ഡെയിലി ഡോസസ് കൊടുക്കും. ടൈപ്പ് 2 ഇനിഷ്യലി നമ്മൾ വൺസ് ഡെയിലി ലോങ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കും, അലോൺ ഒറ്റ കൊടുക്കും, അല്ലെങ്കിൽ ഇൻ കോമ്പിനേഷൻ വിത്ത് ഓറൽ ആന്റി ഡയബറ്റിക് ഏജൻസ്. പിന്നെ ലേറ്റർ മൾട്ടിപ്പിൾ ഡോസസ് ഓഫ് ഇൻസുലിൻ ആവശ്യം വരും. ടൈപ്പ് 2 നമ്മൾ മെയിൻ പറയുന്ന ഓറൽ ആന്റി ഡയബറ്റിക് ഏജൻസ് അല്ലേ, പക്ഷെ ആദ്യം കൊടുക്കുമ്പോൾ ഇനിഷ്യലി വൺസ് ഡെയിലി ലോങ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കും ഇൻ കോമ്പിനേഷൻ വിത്ത് ഓറൽ ആന്റി ഡയബറ്റിക് ഏജന്റ്. പിന്നെ ലേറ്റർ നമ്മൾ മൾട്ടിപ്പിൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് കൊടുക്കും ടൈപ്പ് 2. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള സിംപ്ലസ്റ്റ് റെജിമെൻ വിച്ച് ഇസ് യൂസ്ഡ് കോമൺലി ആണ് ട്വൈസ് ഡെയിലി റെജിമെൻ. ആ റെജിമെനകത്ത് നമ്മൾ ഷോർട്ട് ആക്ടിങ് പ്ലസ് ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കും ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ.
കോമ്പിനേഷൻ ഓഫ് ഷോർട്ട് ആക്ടിംഗ് എന്ന് വെച്ചാൽ റെഗുലർ ഇൻസുലിൻ, ഇന്റർമീഡിയറ്റ് ഐസോഫിൻ ഇൻസുലിൻ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റിന്റെ മുന്നേ യൂഷ്വലി 2/3 ഡോസ് കൊടുക്കും. ഡിന്നറിന് മുന്നേ ഹാഫ് ബാക്കിയുള്ള ഡോസ് കൊടുക്കും. ഓക്കെ, ഓഫ് ദ ടോട്ടൽ ഡോസ്. ഇതാണ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് റെജിമെന്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് കോമൺലി. പിന്നെ അടുത്തത് മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻ റെജിമെൻ. ഇതിനകത്ത് ഷോർട്ട് ആക്ടിംഗ് ഇൻസുലിൻ ഈസ് ഗിവൺ ബിഫോർ ഈച്ച് മീൽ. മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻ റെജിമെൻ, മൾട്ടിപ്പിൾ ഇഞ്ചക്ഷനകത്ത് ഷോർട്ട് ആക്ടിംഗ് ഇൻസുലിൻ ഈസ് ഗിവൺ ബിഫോർ എവറി മീൽ, before each meal, along with intermediate or long acting insulin once daily or twice daily. Short acting insulin is given before every meal along with intermediate അല്ലെങ്കിൽ long acting insulin കൂടി കൊടുക്കും. അത് എങ്ങനെയാ നമ്മൾ എത്ര ഇൻസുലിൻ കൊടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ എമൗണ്ട് അനുസരിച്ചാണ് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നോക്കിയേ, RL has type 1 diabetes treated with an insulin pump. His pre-breakfast glucose is 12 millimoles per liter. He is having a breakfast meal of cereal with milk containing 30 grams of carbohydrate in total. His insulin carbohydrate ratio is 10. 1 unit of insulin in the is required for every 10 grams of carbohydrates. Here patient is taking 30 grams carbohydrates. അപ്പം 3 unit insulin. അപ്പം ഇൻസുലിൻ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ എന്ന് പറയുമ്പം 10. അടുത്തത് ആൻഡ് ഹിസ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ ഇസ് 2. അതായത് 1 യൂണിറ്റ് ഓഫ് ഇൻസുലിൻ ഇസ് റിക്വയർഡ് ടു ബ്രിങ് ഡൗൺ ദ ഗ്ലൂക്കോസ് ലെവൽ ബൈ 2 millimoles per liter. ഓക്കെ, ഇവിടെ പേഷ്യന്റിന് ആദ്യമുള്ള ഗ്ലൂക്കോസ് എത്രയാ? 12 millimoles per liter. പേഷ്യന്റെ ടാർഗറ്റ് ഗ്ലൂക്കോസ് ഇസ് 8 millimoles per liter. So the patient wants to bring down the glucose by 4 millimoles per liter. അപ്പം 1 unit of insulin is to bring down 2 millimoles. 4 millimoles താക്കണമെങ്കിൽ 2 units of insulin. അപ്പം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ 2. പിന്നെ അത് വെച്ചാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് ബോളസ് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫോമിൽ വെച്ച് ആവശ്യം കൊടുത്തോണ്ട് ഞാൻ വെച്ച് കാൽക്കുലേറ്റ് ഒരു ഡോസിങ് റെജിമെന്റ്സ്. ഇനി ലാസ്റ്റ് പാർട്ട് സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സ് എല്ലാവർക്കും അറിയാവുന്നേ, പറ. വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ് ഓഫ് ഇൻസുലിൻ തെറാപ്പി? ഇതൊരു ഷോർട്ട് നോട്ട് ആണ്. വെയിറ്റ് ഗെയിൻ, പെരിഫറൽ എഡിമ ഉണ്ടാവും ഡ്യൂ ടു സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ. പിന്നെ ചില പേഷ്യൻസിൽ ഡ്യൂ ടു കണ്ടിന്യൂസ് ഇൻസുലിൻ തെറാപ്പി കാരണം ഇൻസുലിൻ ആന്റിബോഡീസ് ഒക്കെ ഫോം ചെയ്യാം. പിന്നെ അലർജി റെയർലി. പിന്നെ നമ്മൾ സൈറ്റ് പറഞ്ഞപ്പം ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, നമ്മൾ എപ്പോഴും ഒരു സൈറ്റിൽ തന്നെ കൊടുക്കാൻ പാടില്ല. എപ്പോഴും മാറി മാറി വേറെ വേറെ സൈറ്റ്സിൽ നമ്മൾ കൊടുക്കണം ഇഞ്ചക്ഷൻ. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻസുലിൻ ഹാസ് എ ലോക്കൽ ട്രോഫിക് ആക്ഷൻ ഉണ്ട്. ഇറ്റ് വിൽ കോസ് ലൈപ്പോ ഹൈപ്പർട്രോഫി അറ്റ് ദ ഇഞ്ചക്ഷൻ സൈറ്റ്. ഓക്കെ, ലൈപ്പോ ഹൈപ്പർട്രോഫി അത് ഇഞ്ചക്ഷൻ സൈറ്റ് ഉണ്ടാക്കി ഇൻസുലിന്റെ അബ്സോർപ്ഷനെ ഡിലേ ചെയ്യും. അതുകൊണ്ട് ഇൻസുലിൻ ഷുഡ് ഓൾവേസ് ബി ഗിവൺ അറ്റ് ഡിഫറെന്റ് സൈറ്റ്സ്. എപ്പോഴും പല പല ഡിഫറെന്റ് സ്പോട്ട്സ് ഇൻ ദ ബോഡിയിലാണ് കൊടുക്കേണ്ടത്. എപ്പോഴും ഒരു സൈറ്റിൽ കൊടുക്കത്തില്ല. ഓക്കെ, പിന്നെ ലൈപ്പോ ഹൈപ്പർട്രോഫി. പിന്നെ രണ്ടെണ്ണം പറയുന്നത് വെരി കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലം ആണ്. 2 ഫിനോമിന ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ തീർന്നെ. സോമോഗി ഫിനോമിനും പിന്നെ ഡോൺ ഫിനോമിന. ആദ്യം ഇത് പറയാം. സ്പെല്ലിംഗ് ഇതാണ്, മനസ്സിലാവുന്നുണ്ടോ? സോമോഗി ഫിനോമിന ഇതെന്ന് വെച്ചാല് the patient has early morning hypoglycemia. Early morning hypoglycemia ഉണ്ടാവും, followed by pre-breakfast hyperglycemia. മനസ്സിലായോ? ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു 4 AM ഏർലി മോർണിംഗ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. പിന്നെ ഫോളോഡ് ബൈ പ്രീ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 7 AM ഒക്കെ ആകുമ്പോൾ പേഷ്യന്റ് ഹൈപ്പർഗ്ലൈസീമിയ വരും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ടേക്സ് എക്സ്ട്രാ ഡോസ് ഓഫ് ബെഡ് ടൈം ഇൻസുലിൻ. കിടക്കുന്ന സമയത്ത് പേഷ്യന്റ് നമ്മൾ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ഡോസ് ഇപ്പൊ എടുക്കുക. ഓക്കെ, ആ സമയത്ത് പേഷ്യന്റിന് ഏർലി മോർണിംഗ് ഒരു 4 AM ഒക്കെ ആകുമ്പോൾ പേഷ്യന്റ് വിൽ ഹാവ് ഹൈപ്പോഗ്ലൈസീമിയ. മനസ്സിലായോ? അപ്പം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും. റെഗുലേറ്ററി ഹോർമോൺ ഏതാ? വിച്ച് വിൽ കം ഇൻ ടു ആക്ഷൻ. ഗ്ലൂക്കാഗൺ വന്ന് ആക്ട് ചെയ്യും. അങ്ങനെ ഗ്ലൈക്കോജനോലൈസിസ് ഉണ്ടാകും. ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടും. അപ്പം 7 AM ഒക്കെ ആകുമ്പോൾ പേഷ്യന്റ് ബ്ലഡ് ഷുഗർ ഒരുപാട് റേസ് ആവും. അങ്ങനെ പേഷ്യന്റ് വിൽ ഹാവ് പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഹൈപ്പർഗ്ലൈസീമിയ. പേഷ്യന്റ് ഇപ്പൊ നമ്മുടെ വരുമ്പോൾ പേഷ്യന്റ് പറയും പേഷ്യന്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റു, വേർത്തോണ്ട് എണീറ്റു, ഡൈഫോറിസിസ് കാണും,
പാൽപിറ്റേഷൻ, ട്രെമർ ഒക്കെ കാണും പേഷ്യന്റ്. അപ്പൊ നമ്മൾ അഡ്വൈസ് ചെയ്യണം കയ്യിലൊരു മുട്ടായോ അതൊക്കെ വെക്കണം എന്ന് നമ്മൾ പേഷ്യന്റിനോട് പറയും. പിന്നെ അപ്പം ഇത്രയുള്ള സോമോഗി ഫിനോമിനൻ. പേഷ്യന്റ് ടേക്സ് എൻ എക്സ്ട്രാ ഡോസ് ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ എക്സ്ട്രാ ഡോസ് എടുക്കുമ്പോൾ പേഷ്യന്റ് വിൽ ഹാവ് ആദ്യം ഹൈപ്പോഗ്ലൈസീമിയ വരും, പിന്നെ അത് കഴിഞ്ഞ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആദ്യം fall in glucose levels, later followed by rise. അതാണ് സോമോഗി ഫിനോമിനൻ. ഓക്കെ, ഇനി അടുത്തത് വേറെ കൂടെ ഡോൺ ഫിനോമിനൻ എന്ന് പറഞ്ഞു. Dawn phenomenon, spelling DAWN. Okay. Dawn phenomenon is due to down regulation of GLUT4 receptors. ഈ റിസെപ്റ്റേഴ്സിന്റെ ഡൗൺ റെഗുലേഷൻ കാരണമാണ് ഡോൺ ഫിനോമിനൻ വരുന്നത്. അപ്പം ഡൗൺ റെഗുലേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? GLUT4 എന്തിനായി ട്രാൻസ്പോർട്സ് ഗ്ലൂക്കോസ് ഇൻസൈഡ് ദ സെൽ. അപ്പം ഡൗൺ റെഗുലേഷൻ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടത്തില്ലേ. അപ്പം പേഷ്യന്റ് വിൽ ഹാവ് ഏർലി മോർണിംഗ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. ഏർലി മോർണിംഗ് പറയുമ്പോൾ 4 AM ഒക്കെ ആകുമ്പോൾ പേഷ്യന്റ് വിൽ ഹാവ് ഏർലി മോർണിംഗ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകും. പിന്നെ വീണ്ടും ആ ഗ്ലൂക്കോസിന്റെ ലെവൽ വീണ്ടും റാപ്പിഡ്ലി റൈസ് ചെയ്ത് 7 AM ആകുമ്പോഴും പേഷ്യന്റ് വിൽ ഹാവ് പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഹൈപ്പർ ഗ്ലൈസീമിയ. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഹൈപ്പർ ഗ്ലൈസീമിയ രണ്ടിലും കാണുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ഏർലി മോർണിംഗ് ഹൈപ്പോഗ്ലൈസീമിയ ഫോളോഡ് ബൈ ഹൈപ്പർ ഗ്ലൈസീമിയ ആണ്. Whereas dawn phenomenon എന്ന് പറയുമ്പോൾ there is early morning hyperglycemia followed by pre-breakfast hyperglycemia. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. കോംപ്ലിക്കേഷൻസ് കഴിഞ്ഞു. Thank you. Okay, thank you. Thank you.